ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വൈറ്റ് സോസ് പാസ്തൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി റെസ്റ്റ് ചെയ്യാൻ അത്ര ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. ഇത് ഓയിൽ ചേർക്കുന്നത് പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് പാസ്ത ഇട്ടിട്ട് 80% വേവാവുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം വെള്ളം നല്ലോണം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ സെയിം ചിക്കൻ പൊരിച്ച സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്, വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവാണ്. ആവശ്യത്തിന് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഗാർലിക്ക് നല്ല ചെറുതായിട്ട് പൊടിക്കരിഞ്ഞ് വെക്കുക. അതൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഗാർലിക്ക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ആ ഗാർലിക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇനി വേണ്ടത് നമുക്ക് മൈദയാണ്. മൈദ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പാല് ചേർക്കുക. ഇനി പാലില്ലെങ്കിൽ നമ്മളെ പാൽപ്പൊടി ജസ്റ്റ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. ടേസ്റ്റിന് വല്ല ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ വേണ്ടത് ചീസാണ്. ചീസ് ഓപ്ഷണലാണ്. എന്താ പറയുക, എൻ്റെ കയ്യിൽ സ്ലൈസ്ഡ് ചീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ലയും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ചിക്കനും പാസ്തയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ആഡ് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പം സെർവ് ചെയ്യാനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.